കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, നരിക്കുഴി സിലോൺ പെന്തക്കോസ്ത് ദൈവസഭയുടെയും പത്തനാപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഡോണായി ഗോസ്പൽ മിനിസ്ട്രിയുടെയും ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ മുതൽ ഈ പ്രദേശങ്ങളുടെ വിവിധ സ്ഥലങ്ങളിൽ മനുഷ്യജീവിതത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ വിളംബര പ്രഭാഷണങ്ങൾ നടന്നു വരികയാണ്. മതമൈത്രിയുടെ പേരുകേട്ട നാടാണ് പത്തനംതിട്ട. എല്ലാ മതങ്ങളും ഒരുമിച്ച് സഹകരിച്ച് സ്നേഹത്തോടും സന്തോഷത്തോടും ഐക്യതയോടും കൂടി ജീവിക്കുന്ന മനോഹരമായ ഈ നാട്ടിൽ പാർട്ടിയാനുള്ള അവസരം ദൈവം നമുക്ക് തന്നു. മലയാളികളെന്ന് നാം അഭിമാനം കൊള്ളുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും മലയാളികളില്ലാത്ത ഒരു സ്ഥലമില്ല എന്നാണ് പറയപ്പെടുന്നത്. സാക്ഷരതയിൽ 100% എത്തിയ ഈ നാടിനെ സാക്ഷര കേരളം, സുന്ദര കേരളം എന്ന നിലയിലാണ് മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര മഹത്തരമായ ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് ജീവിക്കുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നു. സാംസ്കാരികമായും വിദ്യാഭ്യാസ മേഖലകളിലും ആരോഗ്യ മേഖലകളിലും എല്ലാ മേഖലകളിലും മനുഷ്യൻ എന്ന മുന്നേറ്റം കൈവരിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലകളിൽ കഴിഞ്ഞ നാളുകളുണ്ടായ പുരോഗതികളല്ല ഇന്ന് നമ്മുടെ ഈ നാട്ടിലുള്ളത്. അതിനേക്കാൾ വലിയ പുരോഗതിയിലേക്ക് നമ്മുടെ നാട് എത്തിക്കഴിഞ്ഞു. സ്ത്രീകൾക്ക് വലിയ മുന്നേറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ഭയം കൂടാതെ പുറത്തിറങ്ങുകയും ഭയം കൂടാതെ യാത്രകൾ ചെയ്യുകയും സ്വന്തമായി വാഹനങ്ങൾ ഓടിച്ചു പോവുകയും ചെയ്യുന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനം ഉയർന്നു കഴിഞ്ഞു. ചെറിയ കുഞ്ഞുങ്ങൾ പോലും അറിവിന്റെ ഏറ്റവും നല്ല നിലവാരത്തിലേക്ക് എത്തുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലെത്തി. ഇങ്ങനെ നമ്മുടെ നാട് വികസനത്തിൽ നിന്ന് വികസനത്തിലേക്കും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കുമാണെന്ന് അഭിമാനത്തോടെ വാഴ്ത്തോരാതെ പ്രഭാഷണങ്ങൾ നടത്തിയും അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടുമുള്ള പ്രകടനങ്ങളും ഒക്കെ നടത്തുന്ന ഈ മനോഹരമായ നാട്ടിൽ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ നാട് ഒരു പിശാചിന്റെ നാടായി മാറിയിരിക്കുന്നു എന്നുള്ള സംഗതി നാം എല്ലാവരും നന്നായി മനസ്സിലാക്കുക. ഒരു പപ്പടത്തിന്റെ പേരിൽ, ഒരു പൊറോട്ടയുടെ പേരിൽ, ഒരു വടിയുടെ പേരിൽ യാതൊരു വടിയും കൂടാതെ മനുഷ്യരെ ഉപദ്രവിക്കുവാൻ, ക്രൂരമായി കൊല്ലുവാൻ വഴിയില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. ജനാധിപത്യ സംവിധാനമുള്ള ഒരു നാടാണ് നമ്മുടെ ഈ നാട്. അതിന് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട്. അവരവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളും രാഷ്ട്രീയ പാർട്ടികളോടും യോജിച്ച് പ്രവർത്തിക്കുന്നതിന് നമ്മുടെ നാടിന് യാതൊരു തടസ്സവുമില്ല. അത് പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ട്. എന്നാൽ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പേരിൽ എതിർ രാഷ്ട്രീയത്തിനും അനുകൂല രാഷ്ട്രീയത്തിനും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിന്നുകൊണ്ട് കലാലയങ്ങളിൽ പ്രതീക്ഷയോടെ പറഞ്ഞയക്കുന്ന കുഞ്ഞുങ്ങളെ സ്വന്തം ഒരു പരിധിയിൽ തന്നെ ഈട് പഠിക്കുന്ന സ്വന്തം കൂട്ടുകാരൻ യാതൊരു വിധവും കാണിക്കാതെ കുത്തി കൊലപ്പെടുത്തുവാൻ പോലും കാണിക്കുന്ന മനസാക്ഷി നഷ്ടപ്പെട്ട ഒരു നാട്ടിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. 100 രൂപയ്ക്ക് വേണ്ടി സ്വന്തം വലിയ കക്ഷിയെ നേരത്തേക്ക് തള്ളിയിട്ടും കൊല്ലാൻ മടിയില്ലാത്ത ഒരു യുവതലമുറ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർമാരുടെ നാടാണ് നമ്മുടെ നാട്. അധ്യാപകരുടെ നാടാണ് നമ്മുടെ നാട്. അധ്യാപകരെ ബഹുമാനത്തോടെ കണ്ട ഒരു സംസ്കാരമാണ് കേരളത്തിലെ സംസ്കാരം. എന്നാൽ അധ്യാപകരെ പോലും ഭയപ്പെടേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഡോക്ടർമാരെ വിശ്വസിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിധത്തിൽ ഡോക്ടർമാർ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറിയിരിക്കുന്ന ഒരു കാലയളവിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുകയാണ്. ഇവയൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ പ്രായമുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമ്മുടെ നാടിന് ഇത് എന്ത് സംഭവിച്ചു? എന്താണ് നമ്മുടെ നാടിന് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്? എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മുടെ ഈ നാടിന് മാറ്റങ്ങളിൽ നിന്ന് മാറ്റങ്ങളിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരിവിടെ മനുഷ്യരല്ലാതെ മൃഗമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരെ മനുഷ്യരാക്കി മാറ്റാൻ കൊള്ളാവുന്ന ഒരൊറ്റ മാർഗമുണ്ടെങ്കിൽ ഈ തെരുവിൽ നിന്നുകൊണ്ട് മടികൂടാതെ അഭിമാനത്തോടെ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷമാണ് മനുഷ്യനെ മനുഷ്യരാക്കി മാറ്റുന്നത്. മദ്യത്തിൽ അടിമയായ ഒരു മനുഷ്യനെ മദ്യത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക പ്രിയദീക്ഷൻ കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ആ സംവിധാനത്തിലേക്ക് പോയിട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ വ്യക്തികൾ വീണ്ടും മദ്യത്തിൽ അടിമയായി തീരുമ്പോൾ മദ്യലഹരിയിൽ കിടന്ന മനുഷ്യനെ മദ്യലഹരിയിൽ നിന്ന് വിടുവിച്ച് സമൂഹത്തിന് കൊള്ളാവുന്നവരാക്കി മാറ്റിയ ഒരു മാർഗമുണ്ടെങ്കിൽ ആ
ആചാര്യന്മാർ എഴുന്നേറ്റിട്ടുണ്ട്, ഒത്തിരി ഗുരുക്കന്മാർ എഴുന്നേറ്റിട്ടുണ്ട്, ഒത്തിരി പണ്ഡിതന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. ഗുരുക്കന്മാർ കണികളായി ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ആചാര്യന്മാർക്ക് അത് ശിഷ്യഗണങ്ങളായി ധാരാളം ആളുകൾ നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട്. അവരിൽ ഒരുവനായ ഒരു ഗുരുവിനെ പോലെയുള്ള ഒരു ഗുരു, അവരെ പോലെയുള്ള ഒരു ആചാര്യന്മാരിൽ ഒരു ആചാര്യനോ അവരെ പോലെ പണ്ഡിതനെ പോലെയുള്ള ഒരു പണ്ഡിതനോ അല്ല ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന യേശു ക്രിസ്തു. മറിച്ച് യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷകനാണ്. ലോകത്തിലെ നിരവധി ആളുകൾ മരിച്ച് മണ്ണറിഞ്ഞിരിക്കുന്നു, അവരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ഉലകത്തിന് ഒറ്റവരാതെ കല്ലറ മാത്രമാണ് തുറന്നു കിടക്കുന്നത്. അന്നിവിടെ ഇന്നിവിടെ ഞങ്ങൾ പരസ്യമായി പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ് തുറക്കപ്പെട്ടതായി കിടക്കുന്നത്. ആ കല്ലറ എഴുതി വെച്ചിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലരെങ്കിലും നേരിൽ പോയി കണ്ടിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെയില്ല, അവൻ ഉയർന്നേറിയിരിക്കുന്നു. ഇന്ന് ഈ ജംഗ്ഷനിൽ ഞങ്ങൾ പ്രസംഗിച്ചത് മരിച്ചു പോയവരാളെ കുറിച്ചല്ല, അതേ കല്ലറയിൽ നീരി ഒതുങ്ങിയ ഒരാളെ കുറിച്ചല്ല, മറിച്ച് ഞങ്ങളുടെ പ്രഭാഷണം നടത്തുന്നത് കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും കല്ലറയുടെ മുദ്രകളെ തളർത്തുകൊണ്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ശ്രീ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെയുള്ള മതങ്ങളും ഇവിടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളും എന്ന് പറയുന്നു ജനിച്ചു വീണ മനുഷ്യൻ ഭാവിയാണ്. എന്നാൽ ഭാവിയായ മനുഷ്യന് പാപമോചനം നടത്തത്തക്ക കഴിവുള്ള മാർഗങ്ങളുണ്ടോ കർമ്മങ്ങളുണ്ടോ എന്നുള്ളത് മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും യാഗങ്ങൾക്കും വില കൊടുത്തുകൊണ്ട് മനുഷ്യൻ നീങ്ങുമ്പോൾ യാഗങ്ങൾക്കും ആചാരങ്ങൾക്കും വിലയില്ല. മറിച്ച് അക്ഷരവാക്കുകൊണ്ട് ഹൃദയം തുറന്ന് ഞാൻ ഭാവിയായ മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്ന ഏതൊരാൾക്കു വേണ്ടിയും ഇരിക്കുന്ന ഇടത്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്ന് നിങ്ങളുടെ പാപങ്ങളെ വേദിച്ച് ലഭിക്കാത്ത സമാധാനം തരുന്ന ഒരാളുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലെ മാറ്റങ്ങളിലേക്ക് നീങ്ങുകയാണ്. കാലഘട്ട യുഗങ്ങൾ മാറി, കമ്പ്യൂട്ടർ യുഗങ്ങളിലേക്ക് മാറി. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ ലോകത്തിലെ ഏത് രാജ്യത്തും നടക്കുന്ന സംഭവങ്ങൾ ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നു. അത്യാധുനിക സംവിധാനങ്ങളുള്ള റോഡ് ഫോണുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. മേൽപ്പാലങ്ങളും കടലിലൂടെയുള്ള യാത്രകളും എന്നുവേണ്ട അത്യാധുനിക സംവിധാനങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കാലമുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ നടക്കും. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങളൊരു കാര്യം പറയട്ടെ, നൂൽപ്പാലം കൊണ്ടുള്ള പാത ഈ ഭൂമിയിൽ ഉണ്ടായാൽ ഒരു അത്ഭുതമെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ അതിനേക്കാൾ വലിയൊരു അത്ഭുതം ഈ ഭൂമിയിൽ നടക്കാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശുദ്ധന്മാരെ ഒറ്റ സെക്കൻഡ് കൊണ്ട് കാണാൻ പറ്റാത്ത വിധത്തിൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് സംഭവിക്കാൻ പോവുകയാണ്. ഈ ഭൂമിയിൽ വസ്തുവും ഈ വീട്ടിൽ നാടുകളിൽ കൊട്ടാരവും നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മനുഷ്യൻ ശ്രമിച്ചാലും ആ മനുഷ്യന്റെ അകത്തേക്ക് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യൻ ഇവിടെ നേടിയതെല്ലാം അസ്തമിക്കും. എന്നാൽ ഇന്ന് ഒരു ഹൃദയം തുറന്നിട്ട് ഞാൻ ഭാവിയായ ഒരു മനുഷ്യനാണെന്നും എനിക്ക് നിത്യയ്ക്ക് അവകാശിയാകണമെന്നുമുള്ള ഹൃദയത്തിൽ ആഗ്രഹത്തോടെ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ പണമോ നിങ്ങളുടെ കുടുംബമോ ഒന്നുമല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയം സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ ഭാവിയായ ഒരു മനുഷ്യനാണെന്ന് പറയാൻ തയ്യാറാണെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു വലിയ സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിൽക്കുന്ന മാന്യമാതാക്കൾ, ഇവിടെ നിൽക്കുന്ന കർത്തദാസന്മാർ, അവരോട് നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ട് ഈ സമയത്ത് ഇവർ വന്നു? വേറെ ജോലിയോ തൊഴിലോ ഇല്ലാഞ്ഞിട്ടോ മറ്റൊരു തൊഴിലോ മാർഗമോ കണ്ടെത്താൻ കഴിയാഞ്ഞിട്ടോ അല്ല. ലോകത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ സന്തോഷം, ഞങ്ങൾ ഗ്രഹിച്ച ഈ സമാധാനം മറ്റൊരിടത്തൊന്നും ലഭിച്ചില്ല. അത് യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്ക് ലഭിച്ചു. ആ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾ ലഭിക്കുന്ന സമാധാനം, ഞങ്ങൾ ലഭിക്കുന്ന സന്തോഷം, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അതേ നല്ല അനുഭവങ്ങൾ ഇവിടെ പരസ്യമായി അതേ പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് ഈ പ്രത്യേക സമയത്ത് ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനമില്ലാതെ ജീവിതം കൈപ്പായി തോന്നുകയാണോ? അനുസരിക്കാത്ത മക്കൾ, കുടുംബത്തിൽ രോഗങ്ങൾ, പിന്തുടരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സെക്കൻഡിൽ അവർ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഒരു നിമിഷം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസത്തിൽ തന്നെ ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു മാനസിക സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും എന്ന ഉറപ്പ് ഞങ്ങൾ പറയുന്നു. ഈ അവസരം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സമാധാനം ലഭിക്കാൻ പോവുകയാണ്. സ്വർഗീയ പിതാവെ, ഞങ്ങളെ സ്തുതിക്കുന്നു. ലോകം തരാത്ത സമാധാനം, ലോകം തരാത്ത സന്തോഷം
ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതുകൊണ്ട് സ്തോത്രം. ഇന്ന് ഇവിടെ വന്നു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ച സന്തോഷം, ഞങ്ങൾക്ക് ലഭിച്ച സമാധാനത്തെ കുറിച്ച് ഇവിടെ പ്രസംഗിക്കുവാൻ, വിളംബരം ചെയ്യുവാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ശ്രമിച്ച ആരെങ്കിലും തകർന്ന ഹൃദയത്തോടെ ജീവിതം കൈപ്പായി മാറാത്ത രോഗത്താൽ തകർന്നു കിടക്കുന്നെങ്കിൽ, ഇനി ഒരു ഉയർച്ച എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ചിന്തയോടെ തകർന്ന് മുന്നോട്ട് പോകുന്നെങ്കിൽ അവരുടെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടവരികയും